കോഴിക്കോട് നടന്ന സ്വാതന്ത്ര്യദിന പരിപാടിയുടെ സംഘാടകർക്ക് PFI ബന്ധമെന്ന വിവരം. ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉൾപ്പെടെ പരിപാടിയിൽ വിട്ടുനിന്നു. പാട്ടിന്റെ കൂട്ടുകാർ എന്ന സംഘടനയുടെ പേരിലായിരുന്നു ബീച്ചിൽ പരിപാടി സംഘടിപ്പിച്ചത്. 10,000 ഗായകർ പാടുന്നതായിരുന്നു പരിപാടി. സംഘടനയുടെ ഫൗണ്ടറും പ്രധാന സംഘാടകനുമായ വ്യക്തിക്ക് PFI ബന്ധമെന്ന കണ്ടെത്തൽ. നിരവധി ക്രിമിനൽ കേസുകളിലും ഇയാൾ പ്രതി എന്നാണ് ഇന്റലിജൻസിന്റെ റിപ്പോർട്ട്. രമ്യ ദാസ് ചേരുന്നുണ്ട്. രമ്യ, എന്തൊക്കെയാണ് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ? ആര്യശ്രീ, ഈ സ്വാതന്ത്ര്യത്തോടനുബന്ധിച്ച് ഇന്നലെയാണ് കോഴിക്കോട് ബീച്ചിൽ ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചത്. അതായത് പാട്ടിൻ്റെ കൂട്ടുകാർ എന്ന പേരിലായിരുന്നു ഈ സംഘടന ബീച്ചിൽ ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചത്. അതായത് ദേശഭക്തി ഗാനം ഉൾപ്പെടെ ജനഗണമനയും സാരേ ജഹാംസെ അച്ചയും ഉൾപ്പെടെ 10,000-കണക്കിന് ആളുകൾ, അതായത് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും 10,000-കണക്കിന് ആളുകൾ പങ്കെടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ പരിപാടി സംഘടിപ്പിച്ചത്. ഈ പരിപാടിയുടെ ആദ്യഘട്ടം മുതൽ തന്നെ വലിയൊരു വിവാദം ഉയർന്നിരുന്നു. കാരണം വന്ദേമാതരം ആലപിക്കില്ല തുടങ്ങിയ വിവാദമായ പരാമർശങ്ങൾ ഈ സംഘടനയുമായി ബന്ധപ്പെട്ട് ഉയർന്നിരുന്നു. അതിനിടയിലാണ് കാരണം ഇന്നലെ ഇത്തരത്തിലൊരു പരിപാടി വീണ്ടും സംഘടിപ്പിക്കുന്നു. പക്ഷേ ഈ സംഘടനയുമായി ബന്ധപ്പെട്ടാണ് പുതിയ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത്. അതായത് ഈ സംഘടനയിലെ ഫൗണ്ടറും അതുപോലെ തന്നെ പ്രധാന സംഘാടകനുമായ വ്യക്തിക്ക് PFI ബന്ധമുണ്ടെന്ന് എന്നുള്ളതാണ് നിലവിൽ ഉയർന്ന ആരോപണം. ഇയാൾ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. പൂന്തറ സ്വദേശിയായിട്ടുള്ള നയാസ് ഇല്യാസ് ആണ് ഈ ഒരു പരിപാടിയുടെ പ്രധാന സംഘാടകനും ഫൗണ്ടറുമായി വന്നിട്ടുള്ളത്. ഇയാളെ പറ്റിയാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ആരോപണം ഉയർന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും അതുപോലെ തന്നെ അന്വേഷണവും, അതായത് സമഗ്രമായ അന്വേഷണവും ഇതുമായി ബന്ധപ്പെട്ട് നടത്തണമെന്നുമാണ് ഇപ്പോൾ BJP ആരോപിക്കുന്നത്. ഈ പരിപാടിയിൽ കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി, അതുപോലെ തന്നെ മന്ത്രിമാരായ KM ഷാജി, AP അനിൽകുമാർ തുടങ്ങിയവർക്കെല്ലാം ക്ഷണമുണ്ടായിരുന്നു. പക്ഷേ ഇവരാരും തന്നെ പരിപാടിയിൽ പങ്കെടുത്തിരുന്നില്ല. ഇത് കൃത്യമായി തന്നെ ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ഈ പരിപാടിയുടെ സംഘാടകനും ഫൗണ്ടറുമായ ഇയാൾക്ക് ഇത്തരത്തിൽ PFI ബന്ധമുണ്ട്, നിരോധിത സംഘടനയുമായി ബന്ധമുണ്ട്. അതിനാൽ തന്നെ ഈ പരിപാടിയിൽ ഇത്തരത്തിൽ മന്ത്രിമാരുൾപ്പെടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉൾപ്പെടെ വിട്ടുമാറി നിൽക്കണമെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് ഇവരാരും പങ്കെടുക്കാതിരുന്നത് എന്നുള്ളത് തന്നെയാണ് നിലവിൽ ഉയരുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സമഗ്രമായ അന്വേഷണം വേണമെന്നുള്ളത് തന്നെയാണ് BJPയും നിലവിൽ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. കാരണം ഇദ്ദേഹത്തിന് ഇത്തരത്തിൽ നിരോധിത സംഘടനയുമായി ബന്ധപ്പെട്ട്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആദ്യഘട്ടത്തിൽ തന്നെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉയർന്നതാണ്. തുടർന്നാണ് ഇന്നലെ ഇത്തരത്തിൽ ഒരു ബീച്ചിൽ ജില്ലയിൽ നിന്നും, അതായത് കോഴിക്കോട് ജില്ലയിൽ നിന്നും മാത്രമല്ല സംസ്ഥാനത്തിലുടനീളം നിന്നും ഇത്തരത്തിൽ 10,000-കണക്കിന് ആളുകൾ പങ്കെടുത്തുകൊണ്ട് പാട്ടിന്റെ കൂട്ടുകാർ എന്ന പേരിൽ ഇവർ ഇത്തരത്തിൽ പരിപാടി സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ഇതിന് പിന്നിലുള്ള അജണ്ട മറ്റെന്തോ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് BJP ഉൾപ്പെടെ ഈ ഒരു ഘട്ടത്തിൽ ഉന്നയിക്കുന്നത്. അതിനാൽ തന്നെ സമഗ്രമായ അന്വേഷണം ഈ വിഷയവുമായി ബന്ധപ്പെട്ടും ഈ സംഘാടകനുമായി ബന്ധപ്പെട്ടും വേണമെന്നുള്ളത് തന്നെയാണ് നിലവിൽ ഇപ്പോൾ BJP ആരോപിക്കുന്നത്. ആര്യശ്രീ, ശരി, വ്യക്തമാണ്. കോഴിക്കോട് നിന്നും രമ്യയാണ് വിവരങ്ങൾ നൽകിയത്.